നമസ്കാരം. ഞാൻ ശശികുമാർ പട്ടാനോ. ഇക്കഴിഞ്ഞ കാസർഗോഡ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് വാർത്ത എന്ന പ്രാദേശിക ചാനലിൽ വന്ന ഒരു കുട്ടിയുടെ ബൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതിൽ കുട്ടി പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ എന്റെ പേരുമായി ബന്ധപ്പെടുത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരേണ്ടി വന്നത്. ആ വീഡിയോ വളരെ വ്യാപകമായ നിലയിൽ പ്രചരിക്കുകയാണ്. കഴിഞ്ഞ 42 വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അധ്യാപകനായ കാലം മുതൽ 19ാമത്തെ വയസ്സിൽ അധ്യാപകനാവുകയും അന്നു മുതൽ ഇങ്ങോട്ട് പോയ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളെ കലാപരിശീലനത്തിൽ ഏർപ്പെടുകയും മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രതിഫലമില്ലാതെ 12 വർഷം ഞാൻ പ്രധാന അധ്യാപകനായിരുന്നു. 2019 വിരമിച്ചു. അതിനുശേഷം സജീവമായി കലോത്സവ മേഖലയിൽ തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. അതിനിടയിൽ കേരളത്തിലെ കലാപ്രവർത്തകരെ, അതായത് കലോത്സവ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിധികർത്താക്കളായ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ധാരാളം പേർ അതിൽ അംഗങ്ങളാണ്. കലാരംഗത്തുള്ള അഴിമതികൾക്കെതിരെയും അപജയങ്ങൾക്കെതിരെയും ഇത്തരം മീറ്റിംഗുകളിലും മറ്റു വേദികളിലും ശക്തിയുക്തം ശബ്ദിക്കുകയും അധികൃതരുടെ മേൽ ഇതിനെതിരെ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വർഷവും അതിന്റെ അപ്പുറത്തെ വർഷവും വിജിലൻസിൽ പരാതി വരെ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊന്നും പൊതുസമൂഹത്തിന് അറിയണമെന്നില്ല. ഈ കുട്ടി പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ കൊട്ടേഷൻ സ്വീകരിച്ച് കഥ അവിടെ വന്നു എന്നുള്ളതാണ്. എന്താണ് കൊട്ടേഷൻ എന്ന് ഞാൻ പലരോടും ചോദിച്ചു. എന്താണ് കൊട്ടേഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നെ കലോത്സവത്തിന് വിളിച്ചിട്ടുള്ളത് 28-ാം തീയതി രാത്രി 10:30-ക്കാണ്. ഏത് ഇനത്തിനാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഞാനവിടെ വന്നപ്പോൾ 170-ലധികം വിധികർത്താക്കൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 10-15 പേരാണ് എനിക്ക് പരിചയമുള്ളത്. ഡി വിളിച്ച മീറ്റിംഗ് ഞാൻ ചോദിച്ചതാണിത്. എന്താണ് സർ കൊട്ടേഷൻ നടത്തിയെന്ന് പറയുന്നത്? ഈ വിളിച്ചവരെയൊക്കെ ഞാനാണോ വിളിച്ചിട്ടുള്ളത്? ഇനിയല്ല മത്സരത്തിന് വേണ്ടി പണം വാങ്ങലാണോ? വർഷങ്ങൾക്ക് മുമ്പേ അത്തരത്തിൽ സ്വാധീനിക്കാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ കർശനമായ നിലപാട് ഇന്നുവരെയും അർഹതയില്ലാത്ത കുട്ടിക്ക് ഒരു തരത്തിലുള്ള സ്ഥാനങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അത് എല്ലാ വർഷവും നടക്കുന്ന വേദികളിൽ ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പ്രാവർത്തികമാക്കിയ ഒരാളാണ് ഞാൻ. എന്റെ കൂടെ ഇരുന്ന കേരളത്തിലെ ഒരു വിധികർത്താവിനും അതിന് വ്യത്യസ്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കാലമത്രയും 35 വർഷത്തിന് മേലെയായി ഒരു പരാതിയും ഞാനിരുന്ന വേദിയിൽ വന്നിട്ടില്ല. ഇനി കുട്ടി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. കുട്ടി പറയുന്നു 3 വർഷമായി കുട്ടിക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നില്ല എന്നും. ഞാൻ 10 വർഷമായി കാസർഗോഡ് വന്നിട്ട് കഴിഞ്ഞ വർഷം മറ്റ് 3 വിധികർത്താക്കളാണ്. അതിന്റെ മുമ്പത്തെ വർഷം മറ്റ് 3 വിധികർത്താക്കളാണ്. അപ്പൊ കുട്ടി പറയുന്ന ഒന്നാമത്തെ കാര്യം തന്നെ തെറ്റിയിരിക്കുന്നു. മാത്രമല്ല, ഒരു മത്സരത്തിൽ 3 വിധികർത്താക്കളാണുള്ളത്. ഈ കുട്ടി എന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, ആര് പരിശീലിപ്പിച്ചതാണ് എന്ന് എനിക്കറിയില്ല. മറ്റ് 2ാമത്തെ ജഡ്ജ് ഭാസ്കരൻ സർ ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ആളാണ്. അയാളുടെ ബയോഡാറ്റ വായിച്ചപ്പോൾ അയാള് AIR-ൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും തിയേറ്റർ പ്രവർത്തകനും. ഒടുവിൽ അയാൾ എഴുതിയിരിക്കുന്നു, ഞാൻ പ്രബന്ധരചനയിൽ 3 വർഷം സമ്മാനം വാങ്ങിയിട്ടുണ്ടെന്നുള്ളത്. കേട്ട ഈ കുട്ടി അത് മാത്രമാണ് സംസാരിക്കുന്നത്. എങ്ങനെ മോണോ ആക്ടിന് ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്ത ആൾ ഇരിക്കുന്നു? അത് അദ്ദേഹത്തിന്റെ അധിക യോഗ്യതയാണ്. അദ്ദേഹത്തെ അപമാനിച്ചു. പിന്നെ വന്ന പ്രശ്നം, ശശികുമാർ എന്ന് പറയുന്ന, ഞാനും ശശികുമാറാണ്, നീലേശ്വരത്തുള്ള മോണോ ആക്ട് പഠിപ്പിക്കുന്ന ശശികുമാറാണ്. ശശി എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചത് ഞാനാണ് എന്നാണ്. പക്ഷേ പിന്നീട് പറയുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. കേരളത്തിൽ 40 വർഷമായി മികച്ച രൂപത്തിൽ മോണോ ആക്ട് പഠിപ്പിക്കുന്ന ആളാണ് ശശികുമാർ നീലേശ്വരം. ഞാൻ അദ്ദേഹത്തുമായി ഈ അടുത്ത കാലത്താണ് പരിചയം. അപ്പോ അങ്ങനെയുള്ള ആളുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, അയാളുടെ മോണോ ആക്ട് കാലഹരണപ്പെട്ടു എന്നൊക്കെയാണ് ആ കുട്ടി വീഡിയോയിൽ പറയുന്നത്. ഇതൊക്കെ നാട്ടുകാർ കേൾക്കുകയാണ്. അയാൾ ഇന്നും സംസ്ഥാനത്ത് അംഗീകാരങ്ങൾ വാങ്ങുന്ന ആളാണ്. അയാളെ അപമാനിച്ചു. അപ്പൊ ഈ മറ്റ് 2 വിധികർത്താക്കളും മാർക്കിടുന്നുണ്ട്. ആ മത്സരത്തിൽ ഞാനിട്ട കുട്ടിക്കല്ല 1ാം സ്ഥാനം. മറ്റ് 2 പേരും ഇട്ട കുട്ടിക്കാണ് 1ാം സ്ഥാനം വന്നിട്ടുള്ളത്. കാരണം മത്സരം കനത്തതായിരുന്നു. 1-2 സ്ഥാനങ്ങൾക്ക് മികച്ച മത്സരമായിരുന്നു. ചർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ മാർക്കാണ്. ഇത് വിവരാവകാശം വെച്ചിട്ട് സ്കോർ ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം ആണോ എന്ന് മനസ്സിലാവും. ഈ പരാതിയിൽ ഉന്നയിച്ച കുട്ടിക്ക് ഞാൻ 6ാം സ്ഥാനവും മറ്റ് 2 ജഡ്ജസ് 7ാം സ്ഥാനവുമാണ് ഇട്ടിട്ടുള്ളത്. ഒരു മത്സരത്തിൽ മികച്ച അവതരണമായിരുന്നെങ്കിൽ തീർച്ചയായും 1, 2, 3 സ്ഥാനങ്ങളിൽ വരേണ്ടതാണ്. എന്തുകൊണ്ട് വന്നിട്ടില്ല? ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷവും
കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഞാനാണ് വന്നതെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷം മുമ്പേ ഞാൻ വന്നത്. അപ്പോ അന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ മത്സരത്തിൽ ആ കുട്ടിക്ക് വേണ്ടത്ര മികവില്ല എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതിങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്, കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇങ്ങനെ വസ്തുതകൾ മനസ്സിലാക്കാതെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കരഞ്ഞിട്ട് എനിക്ക് പണമില്ല, ഞാൻ എല്ലാം പാവപ്പെട്ടവർ തന്നെയാണ് വരുന്നത്, ഒരു നയാക്കാസ് പ്രതിഫലം പറ്റാതെ ഞാൻ ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളോട് നമ്മൾ പ്രതിഫലം വാങ്ങാറില്ല. ഇങ്ങനെയിരിക്കെ അടിസ്ഥാനരഹിതമായ ഈ പ്രസ്താവനകൾ നടത്തി നമ്മളേക്ക് അപമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും വർഷം നടത്തിയ കലാപ്രവർത്തനം വ്യർത്ഥമായി പോയല്ലോ എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കേരളോത്സവത്തിലെ മത്സരവേദികൾ ട്രെയിനർമാർ കൈയടക്കിയിരിക്കുന്നു. അവർക്കനുസരിച്ച് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. മത്സരത്തിന്റെ തലേനാളുകളിൽ ആരാണ് വരുന്നതെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ് ട്രെയിനർമാർ. ഇതിനൊരു പരിഹാരം എന്നതിൽ ഗവൺമെന്റ് മുമ്പിൽ വെക്കാനുള്ളത് അടുത്ത വർഷമെങ്കിലും എല്ലാ വിദ്യാലയങ്ങളിലും കലാപ്രവർത്തകരെ നിയമിക്കുക, അവരിലൂടെ കലാപ്രവർത്തനം നടത്തുക, അല്ലാത്തവരെ സ്കൂളിൽ കയറ്റാതിരിക്കുക. അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതമാണ് ഈ രംഗത്ത് വരാൻ പോകുന്നത്. കുട്ടി പറഞ്ഞ പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയേണ്ടി വരും. കാരണം കുട്ടിക്ക് അർഹതയുണ്ടായിരുന്നെങ്കിൽ 3-ൽ 1 മാത്രമാണ് ഞാൻ. മറ്റുള്ളവർ മാർക്ക് നൽകിയാൽ ആ കുട്ടിക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ പറ്റുമായിരുന്നു, കഴിഞ്ഞ വർഷം എത്താൻ പറ്റുമായിരുന്നു. അപ്പോ അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ പറയുന്ന പല പ്രസ്താവനകളും കുട്ടി ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം കുട്ടിയെ പഠിപ്പിച്ചയാൾ പഠിപ്പിക്കാതെ മോണോആക്ടിന്റെ തിയറികളിലൊക്കെ ഈ കുട്ടി സംസാരിക്കാൻ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ഒരു വർഷം 400-ലധികം മോണോആക്ടുകൾക്ക് മുന്നിൽ വിധിനിർണ്ണയത്തിന് ഇരിക്കുന്ന ഒരാളാണ്. മോണോആക്ടിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയമില്ല. മോഡുലേഷൻ എന്താണെന്നും എല്ലാ കാര്യവും നല്ല ബോധ്യമുള്ള ഒരു വിധികർത്താവാണ് തന്നെയാണ്. ഏറ്റവും വലിയ മത്സരം നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ 2 വർഷമായിട്ട് മോണോആക്ട് വിലയിരുത്തുന്നത് ഞാൻ തന്നെയാണ്. അവിടെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഞാനിരുന്ന മത്സരവേദിയിൽ ഒരു പരാതിയായിട്ട് ഒരു പ്രശ്നമായിട്ട് വരാതിരിക്കെ ഈ കുട്ടി ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളെ ജനസമക്ഷം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അർഹതയുള്ള കുട്ടിക്കല്ലാതെ മറ്റൊരു കുട്ടിക്കും ഒരു സ്ഥാനവും നൽകരുതെന്നുള്ള എന്റെ പ്രസ്താവന ഇപ്പോഴും ഉറക്കം മുഴക്കിക്കൊണ്ടാണ് ഞാൻ വേദികളിൽ ഇരിക്കാറുള്ളത്, എന്റെ കൂടെ വരുന്നവരോടൊക്കെ പറയാറുള്ളത്. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിർത്തുകയാണ്.